ഉഫ്! എന്താല്ലേ ഒരു ക്രഞ്ചിനെസ്. ഇതുപോലെ ഇങ്ങനെ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല അടിപൊളി ഫ്ലേവർഫുൾ മസാല ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് ചിക്കനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടി ഇട്ട് നന്നായിട്ടങ്ങ് വറക്കാം. വെറും ബേസിക് മസാലപ്പൊടികൾ മാത്രം ചേർത്ത് മാരിനേറ്റ് ഒന്നും ചെയ്ത് വെക്കേണ്ട. ഡയറക്റ്റ് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഡീപ് ഫ്രൈയും ചെയ്യേണ്ട. പിന്നെ ഇതാ ഇത്രയും വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത്: ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മുറിച്ചതും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. എന്നിട്ട് ആ ചിക്കൻ വറുത്ത് അതേ എണ്ണയ്ക്കകത്ത് തന്നെ വേണം ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ, കാരണം ഭയങ്കര നൈസായിട്ട് തന്നെ വേണം സ്പ്രിംഗ് റോളിൽ വെജിറ്റബിൾ അരിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും പോയിരുന്ന സാവധാനത്തോടെ ഇരുന്ന് മുറിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കുഞ്ഞായിട്ട് മുറിച്ച എല്ലാ സാധനങ്ങളും എണ്ണയ്ക്കകത്തിട്ടിട്ടുണ്ട്. ചിക്കൻ വറുത്ത അതേ എണ്ണയ്ക്കകത്ത് തന്നെ. എന്നിട്ട് വെജീസൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും സെയിം ബേസിക് ആയിട്ടുള്ള മസാല മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമാണ് കേട്ടോ, ഒരു ഫ്ലേവറിന് നല്ലൊരു ടേസ്റ്റാണ് ഇത് ഒഴിച്ച് കൊടുത്താൽ. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് എല്ലിന് സെപ്പറേറ്റ് ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ കുഞ്ഞായിട്ട് പിച്ചി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാണ് കേട്ടോ. എളുപ്പമാണെങ്കിൽ ഇതാ സ്വിറ്റ്സിൻ്റെ റെഡിമെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മൈദ വെച്ച് കുഞ്ഞായിട്ട് നൈസായിട്ട് പരുത്തി ഉണ്ടാക്കാം. പക്ഷേ എനിക്കിതാട്ടോ ഇഷ്ടം, ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ടാസ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് മാത്രമാണ്. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന 45 മിനിറ്റ്സ് മുന്നേ ഫ്രീസറിൽ നിന്ന് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. മുറിയാണ്ട് പതിയെ എടുത്തിട്ട് നമ്മൾ ഓരോ ഷീറ്റിലും ഇതാ കോർണറിലായിട്ട് മസാല വെക്കുക. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ നടുക്കിലോട്ട് മടക്കുക. പിന്നെ രണ്ട് സൈഡിൽ നിന്നും അകത്തോട്ട് മടക്കുക. എന്നിട്ട് ഇതാ മൈദയും വെള്ളം കൂടി ചേർത്ത് പശ പോലെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതാ എല്ലാ ഭാഗത്തും കവറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് പോലെ എണ്ണ അകത്തോട്ട് കയറത്തില്ല. അപ്പോൾ ഇതാ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ കോർണറിനകത്തോട്ട് വെക്കുക. എന്നിട്ട് നടുക്ക് വരെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡും സെൻറ്ററിലോട്ട് മടക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് പശ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് റോൾ ചെയ്തെടുക്കുക. കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, എണ്ണ ചൂടാക്കുക, ഫ്രൈ ചെയ്യുക, കഴിക്കുക. ഒത്തിരി അങ്ങോട്ട് എണ്ണ ചൂടാവണ്ട കേട്ടോ, കാരണം ഒട്ടും കട്ടിയില്ലാത്ത ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറു ചൂട് തന്നെ നമുക്കത് അടിപൊളിയായിട്ട് വറുത്തെടുക്കാം കേട്ടോ. പുറത്ത് കടയിലൊക്കെ 2 സ്പ്രിംഗ് റോൾ 4 കഷ്ണമായിട്ട് മുറിച്ച് തരുന്നതിന് 200 റുപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വീട്ടിലുണ്ടായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് കഴിക്കാം. അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ ഹോസ്പിറ്റലിലോട്ടും പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.